അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവന കൊള്ള നടന്നുവെന്ന് സംബന്ധിച്ച് പ്രതി അവിനാഷ് ശുക്ല ക്രമക്കേട് നടത്താൻ ചിലർ സഹായിച്ചിരുന്നുവെന്നും ട്രസ്റ്റ് മുൻ അംഗമായ അനിൽ മിശ്രയും സംഭാവന എണ്ണിയിരുന്നുവെന്നും അവിനാഷ് ശുക്ല മൊഴി നൽകി. വിനിത വിജി വിവരങ്ങൾ വെച്ചിരുന്നു. വിനിത, SIT അതിന് അന്തിമ റിപ്പോർട്ടിലേക്ക് എന്തോ കടക്കുകയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിന്റെ ഈ അവിനാഷ് ശുക്ല അടക്കം പറയുന്ന കിട്ടിയിട്ടുള്ള വലിയ സഹായങ്ങൾ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശാലമായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തുക? വിനിത. ഹഷ്മി, അന്തിമ റിപ്പോർട്ടിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു നീക്കം കഴിഞ്ഞ ദിവസം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ പ്രത്യേക അന്വേഷണ സംഘം ഇതിനോട് തന്നെ നടത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട UP പോലീസും ഒപ്പം തന്നെ SIT സംഘവും സംയുക്തമായിട്ടാണ് രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് പൂർത്തിയായതായിട്ടുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ അന്വേഷണ സംഘം നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന അവിനാഷ് ശുക്ലയെ ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ജയിലിലെത്തിയാണ് പ്രത്യേക അനുമതി കോടതിയിൽ നിന്ന് വാങ്ങിയാണ് അന്വേഷണ സംഘം അവിനാഷ് ശുക്ലയെ ചോദ്യം ചെയ്തത്. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അവിനാഷ് ശുക്ല അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ സംഭാവന എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ മറ്റും ക്രമക്കേട് നടന്നതായാണ് അവിനാഷ് ശുക്ല പറയുന്നത്. ഒപ്പം തന്നെ അവിടെ ഈ CCTV ക്യാമറകൾ ഉണ്ടെങ്കിലും അവിടുത്തെ നിരീക്ഷണം അത്ര കൃത്യമായിരുന്നില്ല എന്ന മൊഴിയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഈ ക്രമക്കേട് നടത്തിയ പണം ഉപയോഗിച്ചുകൊണ്ട് വീടും വസ്തുവും ഒക്കെ വാങ്ങിയതായി ഒരു മൊഴി നൽകിയതായിട്ടുള്ള വിവരം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ സംഭാവന എണ്ണുന്ന മുറിയുടെ താക്കോൽ അത് ഈ സമ്പത്ത് റായിയുടെ വിശ്വസ്തനായ അറസ്റ്റിലായ ടിനു യാദവിന്റെ പക്കലായിരുന്നുവെന്നും അവിനാഷ് ശുക്ല മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു താക്കലുണ്ടായിരുന്നത് ഈ ബാങ്ക് ജീവനക്കാരുടെ പക്കലായിരുന്നുവെന്നും പറയുന്നുണ്ട്. ചില ആളുകളുടെ അടക്കം സഹായം, ഈ മറ്റ് പ്രതികളുടെ അടക്കം സഹായം ഈ ക്രമക്കേട് നടത്താൻ ലഭിച്ചിട്ടുണ്ടായിരുന്നതായും ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ശൃംഖല അവിടെ ഉണ്ടായിരുന്നതായിട്ടുമാണ് അന്വേഷണ സംഘത്തിന് അവിനാഷ് ശുക്ല മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അയോധ്യയിലെ ഒരു യോഗ സെന്ററിൽ നിന്ന് ഒരു പെട്ടി കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം ഒരു പെട്ടി കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ആ പെട്ടിയിൽ ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ ഒരു QR കോഡ് ഉണ്ട്. ഈ QR കോഡ് വഴി ഈ ക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള QR കോഡാണ് ഈ പെട്ടിയിലുള്ളത്. അത് ഈ അവിനാഷ് ശുക്ലയുടെ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ യോഗ സെന്ററിൽ 2017 അവിനാഷ് ശുക്ല എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും പിന്നീട് ഏറെക്കാലം അവിനാഷ് ശുക്ല ഈ യോഗ സെന്ററിൽ പ്രവർത്തിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് യോഗ സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു പെട്ടി കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും QR കോഡുള്ള പെട്ടിയാണ്. അപ്പോൾ ഈ അവിനാഷ് ശുക്ല പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അയോധ്യ ക്ഷേത്രത്തിന്റെ QR കോഡുള്ള ഓരോ പെട്ടികൾ വെച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യം പരിശോധിക്കണം. എന്തായാലും അവിടെ വലിയ സുരക്ഷയുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം. IBയുടെ നിരന്തര നിരീക്ഷണമൊക്കെ ഉണ്ടാവേണ്ട ഉള്ള ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെയിടയിൽ ഇത്രയും വലിയ മാരകമായ തട്ടിപ്പ് നടന്നെങ്കിൽ ഈ 8 പേർ, ഏതോ ഡ്രൈവർ തിന്നു യാദവ് അടക്കമുള്ള ചമ്പത്തറ ഡ്രൈവർ അടക്കമുള്ള അവിനാഷ് ശുക്ല അടക്കമുള്ള ഏതാനും ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ച് ഇതൊക്കെ നടക്കും എന്ന് കരുതുക അസാധ്യമാണ്. അത് നിയർലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതിന് മുകളിൽ ഉറപ്പായും സഹായം ഫോർ ഷുവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അന്വേഷണം പോവോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.